തിരിച്ചയച്ച് ഗവർണർ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് നടപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ ഓർഡിനൻസ് അയക്കാനും ഗവർണറുടെ നിർദ്ദേശം. തദ്ദേശ വാർഡുകളുടെ വാർഡ് പുനർനിർണയത്തിന് ഓർഡിനൻസ് ഇറക്കാൻ നേരത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് കൂടുന്ന നിലയിലാണ് പുനർനിർണയം വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. വാർഡ് പുനർനിർണയിക്കാൻ കമ്മീഷൻ രൂപീകരിക്കാനും നിർദ്ദേശമുണ്ട്. അടുത്ത വർഷം തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം കൂട്ടാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ഇതോടെ 1200 വാർഡുകൾ പുതുതായി രൂപപ്പെടും. ജനസംഖ്യ വർദ്ധിച്ചെന്ന വിലയിരുത്തലിലാണ് വാർഡുകൾ പുനർനിർണയിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത്. ചെറിയ പഞ്ചായത്തുകളിൽ 13ഉം വലുതിൽ 23 വാർഡുകളുമാണ് നിലവിലുള്ളത്. ഭേദഗതിയോടെ ഇത് 14ഉം 24ഉം ആയി മാറും. പുതിയ വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക.